ഈ മോഹൻലാലിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ് അത് ഈ ശബരിമലയിൽ അനുവാദം കിട്ടിയില്ല, അനുവാദം കിട്ടാതെ ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അനുവാദം കിട്ടി പിന്നീട് ഷൂട്ട് ചെയ്തു. ഈ ശബരിമല എന്ന ഒരു പ്രയോഗത്തിൽ വെച്ചുകൊണ്ടൊരു വിവാദം, അത് മോഹൻലാലിനെ പോലൊരു നടനുമായി ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് വിവാദം. ശരിക്കും ഇതിനകത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും? സത്യം പറഞ്ഞ ആ സിനിമയുടെ അണിയറക്കാർ ഇപ്പോൾ വല്ലാണ്ട് സന്തോഷിക്കുന്നുണ്ടാവണം. ഇപ്പോഴേ തന്നെ പബ്ലിസിറ്റി കിട്ടി. അതാണ് കാരണം. ഈ സിനിമയ്ക്ക് ആദ്യം തന്നെ അതിമനോഹരമെന്നാണ് സിനിമയുടെ പേര് തന്നെ. അതിമനോഹരമായൊരു പബ്ലിസിറ്റി നേരത്തെ കിട്ടി. അതിന്റെ കാരണം മോഹൻലാലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ താടി വടിച്ചു. അതെ അതെ, അദ്ദേഹം താടിയെടുത്തു. ഒരു പോലീസ് വേഷത്തിൽ മീര ജാസ്മിൻ നായിക. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തുടരും, അതിന്റെ സംവിധായകൻ തന്നെ തരുൺ മൂർത്തി വീണ്ടും അദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കുന്നു. ഒരു പബ്ലിസിറ്റി ഇട്ട് വല്ലാണ്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സിനിമയെ. അപ്പോൾ അതിനോടകം തന്നെ ഒരു എന്താ പറയുക, രണ്ടാമതായിട്ട് കിട്ടുന്ന ഒരു ഫ്രീ പബ്ലിസിറ്റി ആയിട്ട് ഇത് മാറി. ഒരുവിധപ്പെട്ട മലയാള മാധ്യമങ്ങളും അത്യാവശ്യം ദേശീയ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് മിനിമം ഒരു സൂപ്പർ ഹിറ്റ് ഉറപ്പിക്കാം ഇപ്പം തന്നെ. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കഥ, എൻ്റെ ഊഹമാണേ. അദ്ദേഹം പമ്പയിൽ നിൽക്കുന്നു, ചിലപ്പോൾ അവിടെ ഒരു കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു, കൂട്ടം തെറ്റി പോകുന്നു, അതിൻ്റെ രക്ഷകനായിട്ട് അല്ലെങ്കിൽ രക്ഷകർത്താവായിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം മാറുന്നു. ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കഥ. അതായിരിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഈ പറയുന്ന സിനിമാ ചിത്രീകരണം അത് ഈ സന്നിധാനത്ത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പ്രശ്നം. സന്നിധാനത്ത് ചിത്രീകരിക്കണം എന്നറിയാവോ? ഈ ശബരിമല എന്നൊരു പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ സന്നിധാനം വരും, നിലയ്ക്കൽ വരും, ഈ 2-3 ഇടങ്ങൾ വരും. ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ വിവാദം പറയുന്നവർ. ആ ഒരു പ്രയോഗം തന്നെ തെറ്റാണ്. പൂങ്കാവനം എന്നാണ് പറയുക. അതിലുള്ള ഒരു അംഗമാണ് ശബരിമല ക്ഷേത്രം. അതെ, ശബരിമല ക്ഷേത്രം അതിന്റെ ചുറ്റുമുള്ള വനമേഖല മുഴുവൻ, അതായത് പെരിയാർ ടൈഗർ റിസർവ് പൂങ്കാവനം എന്നാണ് പറയുക. അവിടെ എന്ത് നടക്കണമെങ്കിലും അത് വനമേഖല, വന നിയമം അനുസരിച്ച് അവിടെ ഷൂട്ടിംഗ് ഒന്നും പാടില്ല. അതിപ്പോ പെരിയാർ ടൈഗർ റിസർവിലായിക്കോട്ടെ, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഏത് വനമേഖലയിലാണെങ്കിലും വനം വകുപ്പിന്റെ അനുമതി ഇല്ലാതെ യാതൊരു അനുവാദം കിട്ടാതെ പോയത് ഇവരുടെ അനുവാദമാണ് കിട്ടാതെ. അതായത് 61 അതെ, ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഈ അയ്യപ്പന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പ്രമേയമാകുന്നത് കൊണ്ട് ആ സിനിമ ശബരിമലയിൽ ഷൂട്ട് നടന്നു. അതിന് ദേവസ്വത്തിന്റെ അനുമതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ദേവസ്വം തന്നെ 86 വിവാദപരമായൊരു പരിപാടി ചെയ്തു. ഒരു തമിഴ് സിനിമ അവിടെ ഷൂട്ട് ചെയ്തു. ആ സിനിമയുടെ പേര് നമ്പിനാൻ കെടുവതില്ലേ. അതിൽ സിനിമാ നടിമാർ സന്നിധാനത്ത് ആ നമ്മുടെ 18-ാം പടിയുടെ ഇരുഭാഗങ്ങളിലുമായിട്ട് നൃത്തം ചെയ്യുന്ന ദൃശ്യം ഇപ്പോഴും യൂട്യൂബിൽ പരിധിയാൽ കിട്ടും. അന്ന് അതിലെ അഭിനേതാക്കള് സുധാചന്ദ്രൻ, ജയശ്രീ, അനു എന്ന് പറയുന്നവരൊക്കെയാണ്. പിന്നെ മനോരമ, നമ്മുടെ സ്വഭാവ നടി മനോരമയാണ്, നമ്മുടെ സുകുമാരിയായിട്ടൊക്കെ സാദൃശ്യമുള്ളൂ. ഇവരൊക്കെയായിരുന്നു ആ രംഗത്തിലുണ്ടായിരുന്നു. അതിൽ ഈ നൃത്തരംഗത്തിലുണ്ടായിരുന്നവരൊക്കെ 50 വയസ്സിൽ താഴെയുള്ള യുവതികളായിരുന്നു. അന്ന് അത് വിവാദമായി. അതിനുശേഷമാണ് ഈ സന്നിധാനത്ത് സിനിമാ ഷൂട്ടിങ്ങിന് കർക്കശമായ നിയന്ത്രണം വരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഈ സമീപകാലത്ത് 2025 നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും കൂടി വന്നിട്ടുണ്ട്. അവിടെ കർശനമായി വീഡിയോഗ്രാഫി നിയന്ത്രിക്കണം. അതിന് കാരണം ശബരിമല വിഗ്രഹത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ ഈ ദർശനത്തിന് വരുന്ന, അത് അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ടായിരിക്കണം. പലരും മൊബൈൽ ഫോണിൽ, ഇന്ന് നല്ല ക്ലാരിറ്റിയുള്ള മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, അതടക്കം ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. അത് ഒരു സുരക്ഷാ വീഴ്ചയും കൂടിയാണ്. കാരണം അതീവ സുരക്ഷാ മേഖലയാണ് ശബരിമല. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്, കർശന വിലക്കുണ്ട്. അപ്പോൾ ആ വിലക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ ദൃശ്യമാധ്യമങ്ങൾക്ക് പോലും പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടേണ്ടതില്ല. അപ്പോൾ ദേവസ്വത്തിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് അവിടെ ദൃശ്യമാധ്യമങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. അതുപോലും ആസ് പെർ ദ റൂൾ അത് പാടില്ല. ശബരിമല സീസൺ അവിടെ ഈ സന്നിധാനത്ത് ദർശനത്തിന് ചെല്ലുന്നവർക്ക് അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും, വീഡിയോഗ്രാഫി പാടില്ല, നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്കും പാടില്ല. പക്ഷേ ഈ സിനിമാ ചിത്രീകരണം ആ സ്ഥലത്ത് നടന്നില്ലെങ്കിൽ കൂടി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് റീക്രിയേറ്റ് ചെയ്യാം. അതെ, ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് അവിടെ ഒരു സിനിമാ ചിത്രീകരണം നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ അധികം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നുകൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഗതിയാണ്.
മേപ്പടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഉണ്ണി മുകുന്ദന്റെ. ആ സിനിമ യൂട്യൂബിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്, പ്രേക്ഷകർ അത് പരതിയാൽ ഇപ്പോഴും കിട്ടും. ആ സിനിമയുടെ ഏറ്റവും അവസാനം, അത് വേണമെങ്കിൽ എൻഡ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ ഉണ്ണി മുകുന്ദൻ ശബരിമലയിൽ ദർശനത്തിന് വരുന്നതും അവിടെ നേരെ സന്നിധാനത്ത് തൊഴുന്നതും അനുഗ്രഹം തേടുന്നതുമൊക്കെ ചിത്രീകരിച്ച് ആ സിനിമയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ, അവർ വരുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ണി മുകുന്ദന് ചെറിയ രാഷ്ട്രീയ അനുഭാവമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ക്യാമറാമാനെ നേരത്തെ തന്നെ പറഞ്ഞ് ചട്ടം കെട്ടി അവര് ശേഖരിച്ച ഒരു ദൃശ്യമാധ്യമം ശേഖരിച്ച ദൃശ്യങ്ങൾ അതേപടി പകർത്തി സിനിമയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഈ രീതിയിലും വേണമെങ്കിൽ മോഹൻലാലിന് പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് വന്ന് മോഹൻലാൽ വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ഏതൊക്കെ ദൃശ്യമാധ്യമങ്ങൾ അവിടെ ഉണ്ടാവും? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. വേണമെങ്കിൽ അങ്ങനെയും ചിത്രീകരിക്കാം. പക്ഷെ ശബരിമലയിൽ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഇതേപോലെ അവിടെ ഒരു സ്വിച്ച് ഓൺ കർമ്മം നടന്നതായിട്ടൊരു വാർത്തയുണ്ട് 2014. പക്ഷേ ആ സിനിമ റിലീസായിട്ടില്ല. അവിടെ എന്തോ അവരുടെ പ്രത്യേക അനുമതിയോടുകൂടി എന്തൊക്കെയോ ചെറിയ ദൃശ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവിടെ ഇത്ര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജയമാല സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. ജി സുധാകരൻ ഇപ്പോഴും ഉണ്ട് നമ്മുടെ മുമ്പിൽ. ജി സുധാകരൻ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ പച്ചയ്ക്ക് ചീത്ത വിളിക്കും. അവർ പറഞ്ഞെന്താ, വിഗ്രഹത്തെ തൊട്ടെന്നോ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ ആ രീതി ശ്രീകോവിലിനകത്ത് കയറി എന്ന് പറഞ്ഞു. ശ്രീകോവിലിനകത്ത് കയറി. ഏതായാലും അത്തരം വിവാദങ്ങൾ ഉള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കരുതൽ. പിന്നെ അറിയാമല്ലോ, ഇന്ന് ശബരിമല ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, ഒരു വിവാദ കേന്ദ്രം കൂടിയാണ്. പ്രത്യേകിച്ച് യുവതീ പ്രവേശന സംഗതി വന്നതിന് ശേഷം. അപ്പോൾ ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് അത്തരം ചിത്രീകരണങ്ങൾ തൽക്കാലം വേണ്ട എന്നൊരു നിലപാടെടുത്തത്. പക്ഷെ ദേവസ്വം ബോർഡ് ഇതിന് ആദ്യം അനുവാദം കൊടുത്തിരുന്നു. ദേവസ്വം ബോർഡ് പിന്നെ ഇവരോട് ചില നിബന്ധനകളോട് പമ്പയിലും ശബരിമലയിലും ഷൂട്ടിംഗ് നടത്താനായിട്ട് അനുമതി. അതില് ഒരു കൗതുകരമായൊരു സംഗതിയുണ്ട്. അതിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്, ഈ ശബരിമല ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾക്കല്ലാണ്ട് ചിത്രീകരണം അനുവദിക്കില്ല. അതിൽ വാണിജ്യ ചിത്രങ്ങൾക്ക് അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വാണിജ്യ ചിത്രങ്ങളല്ല, ശബരിമലയുടെ വിശ്വാസവും ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. അതിപ്പോ വാണിജ്യം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ കൊണ്ടുവരുന്ന സംവിധാനങ്ങളെല്ലാം ഒന്ന് തന്നെയല്ലേ? സംവിധാനം ഒക്കെ ഒന്ന് തന്നെയാണ്. വാണിജ്യ സിനിമ ആയാലും ശരി, എന്താണേലും ശരി, അത് പകർത്താൻ വരുന്ന എക്യുപ്മെന്റ്സും സംവിധാനങ്ങളും ലൈറ്റപ്പും എല്ലാം സെയിം ആയിരിക്കും. അതെ, അഭിനേതാക്കൾ മാറുന്നത്. അപ്പൊ അതൊരു സാങ്കേതിക പ്രശ്നമാണ്. സാങ്കേതികത്വം പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെയും അങ്ങനെയും വിലയിരുത്താവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ നിലയ്ക്കലും പമ്പയിലും ഇപ്പോൾ സമീപകാലത്ത് റിലീസായ ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്നൊരു സിനിമ, അതിൻ്റെ ചില നിർണായക രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ കുട്ടി 18-ാം പടി കയറുന്നതടക്കം അവർ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഷൂട്ട് ചെയ്തതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. അത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ്. ഗ്രാഫിക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു സംവിധാനമാണ്. മോഹൻലാലിനും അതേപോലെ ഉപയോഗിച്ച് ചെയ്യാം. ഏതായാലും ഈ പെരിയാർ ടൈഗർ റിസർവിൽ ഡെപ്യൂട്ടി ഡയറക്ടർ സന്നിധാനം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമ ഷൂട്ടിംഗ് അനുവദിക്കാൻ പാടില്ല എന്ന് 2025 ഓഗസ്റ്റ് 26 സർക്കാർ ഉത്തരവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ നാഷണൽ പാർക്ക്, ടൈഗർ റിസർച്ച് പിന്നെ എന്നിവയ്ക്കുള്ളിൽ വാണിജ്യ സിനിമ ഷൂട്ടിംഗ് പാടില്ല, അനുവദിക്കാൻ പാടില്ല എന്നുള്ളപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശബരിമല തീർത്ഥാടനം ദേവസ്വം ബോർഡ് കൈമാറിയ ലീസ് വനഭൂമി സംരക്ഷിച്ചു കൊള്ളാം എന്ന് സീസൺ സമയത്ത് കൈമാറിയ. അല്ല, ഇപ്പൊ നടക്കുന്ന ചിത്രീകരണത്തിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അവിടുത്തെ യാതൊന്നും കേടുപാടുത്താൻ പാടില്ല. അതിന്റെ അതേ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് അവിടെയാണ് പ്രേമം നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അതായത് വാണിജ്യ സിനിമ ആയിരുന്നാലും അയ്യപ്പന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സിനിമയായാലും ഈ ക്രൂ എന്ന് പറയുന്നത് സർവ്വം നശിപ്പിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അതാണ് ഇതിനകത്ത് വേറൊരു ഏറ്റവും വലിയ വിഷയം. ഒരു വീട് ഷൂട്ടിംഗ് കൊടുത്താൽ പോലും നശിപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ മണ്ഡല തീർത്ഥാടനത്തിനും ശബരിമല സന്നിധാനവും പരിസരം എന്തുമാത്രം വൃത്തികേടാകുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. ഏതായാലും പമ്പയിലെ പ്രത്യേക സ്ഥലങ്ങളിൽ ഒക്ടോബർ 18 മുതൽ 28 വരെ ഷൂട്ടിംഗ് നടത്താൻ DFO അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഈ പറയുന്ന പോലെ ഏതൊക്കെയെന്ന് വെച്ചാൽ പമ്പ പെട്രോൾ പമ്പിന് എതിർവശത്തെ ടീ ഷോപ്പ് പ്രദേശം, പമ്പ KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ നിശ്ചിത കരാർ പ്രകാരം ഷൂട്ടിംഗ് നടക്കുന്നത്. ഏതായാലും മോഹൻലാല് താടിയൊക്കെ വടിച്ച് മിടുക്കനായിട്ട് വരുന്നൊരു സിനിമയല്ലേ. അതെ, വിവാദമാണേലും ശരി, നല്ലതാണേലും ശരി, പടം ഹിറ്റാകട്ടെ. അതെ.